പുതുക്കാട് സിഗ്നൽ മുതൽ സ്റ്റാൻഡ് വരെ പുതിയ സർവീസ് റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലെ ഡിവൈഡർ അടച്ചത് അശാസ്ത്രീയ നടപടിയെന്ന ആരോപണം വ്യാപകം. ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന KSRTC ബസ്സുകൾ സ്റ്റാൻഡിന് എതിർവശത്ത് ദേശീയപാതയിലാണ് നിർത്തുന്നത്. യാത്രക്കാർ ഇറങ്ങുന്നതും കയറുന്നതും ദേശീയപാതയുടെ വശം ചേർന്നാണ്. ഏറെ താമസിയാതെ ഇതും അപകടക്കെണിയായി മാറും. സ്റ്റാൻഡിന് മുന്നിലുള്ള സർവീസ് റോഡിനോട് ചേർന്ന് ബസ് ബേ, സ്റ്റാൻഡിന് എതിർവശത്ത് യാത്രക്കാർക്ക് കാത്തിരിപ്പ് കേന്ദ്രം എന്നിങ്ങനെ ആവശ്യമാണ് വ്യാപകമായി ഉയരുന്നത്. ദേശീയപാത അതോറിറ്റിയുടെ സ്ഥലത്ത് നിർമ്മാണങ്ങൾ നടത്തുന്നതിൽ തദ്ദേശീയ ഭരണകൂടങ്ങൾക്കും ജനപ്രതിനിധികൾക്കും കാര്യമായി ഇടപെടാനാവില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ കരാറിനുള്ളിൽ നിന്നുകൊണ്ടുള്ള താൽക്കാലിക പരിഹാരമാണ് ആവശ്യം. ദേശീയപാതയിൽ ആമ്പല്ലൂരിനും പുതുക്കാടിനും മധ്യേ പുതിയ നിർമ്മാണത്തിന് പകരം നിലവിലെ കരാറിലെ അനുബന്ധ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പൂർത്തിയാക്കുകയാണ് വേണ്ടത്. പുതുക്കാട് പഞ്ചായത്ത് ഓഫീസ് വളവിൽ നിന്ന് സിഗ്നൽ ജംഗ്ഷൻ വരെ അപൂർണമായി കിടക്കുന്ന ഭാഗത്ത് സർവീസ് റോഡ് നിർമ്മിച്ച് നിലവിലെ ദേശീയപാതയുമായി ചേർക്കുകയും ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന KSRTC ബസ്സുകൾ സിഗ്നലിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് സർവീസ് റോഡിലൂടെ സ്റ്റാൻഡിലേക്ക് പോകുന്നതാണ് നിലവിൽ ഏറ്റവും പ്രായോഗികമായ മാർഗം. പുതുക്കാട് ഫ്ലൈ ഓവർ ഉടൻ ആരംഭിക്കും എന്ന കാരണം പറഞ്ഞാണ് ദേശീയപാത അധികൃതർ പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിൽ മറ്റു നിർമ്മാണങ്ങൾ നടത്താത്തത്. എന്നാൽ KSRTC സ്റ്റാൻഡിന് മുന്നിൽ അപകടങ്ങൾ ആവർത്തിക്കുകയും ഇപ്പോഴത്തെ താൽക്കാലിക പരിഹാരം അശാസ്ത്രീയമെന്ന് ആരോപണം ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പുതിയ നിർദ്ദേശം കൂടി പരീക്ഷിക്കാവുന്നതാണ്. TCV ന്യൂസ്, പുതുക്കാട്.